CPM-ലെ ഒരു വിഭാഗവും CPI-യും ചേർന്നാണ് മൂന്നാർ ഒഴിപ്പിക്കൽ ദൗത്യത്തിന് തടസ്സം നിന്നതെന്ന് ദൗത്യത്തിന് നേതൃത്വം നൽകിയ IAS ഉദ്യോഗസ്ഥൻ K. സുരേഷ് കുമാർ. VS അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന MM മണി മൂന്നാർ ദൗത്യം ആരംഭിച്ചതോടെ VS-നെതിരായി. VS നിയോഗിച്ച സംഘത്തിന്റെ തലവൻ മലമ്പുഴയിൽ മത്സരിക്കുന്ന VS-ന്റെ PA ആയിരുന്ന A. സുരേഷിനായി പ്രചാരണത്തിനെത്തി. മലമ്പുഴ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റോഡ് ഷോയിലാണ്. അദ്ദേഹത്തോടൊപ്പം സുരേഷ് കുമാർ IAS മൂന്നാർ ദൗത്യത്തിന്റെ പൂച്ചയായി VS നിയമിച്ച സുരേഷ് കുമാറാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പൊ സുരേഷിന്റെ പ്രചരണത്തിൽ പങ്കെടുക്കണം തോന്നിയത്? വളരെ വർഷമായിട്ടുള്ളൊരു പരിചയമാണ്. 20 വർഷം മുൻപ് VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തൊട്ട് VS-നെ പരിചയപ്പെടുന്ന ആ ദിവസം മുതൽ സുരേഷ് എൻ്റെ സുഹൃത്താണ്. VS-നെ ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളി ഇലക്ഷൻ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പേഴ്സണൽ ഉത്തരവാദിത്വം തോന്നുമായിരുന്നു സുരേഷിനെ കൂടെ പോകണം. ഇപ്പോൾ ഈ മൂന്നാർ ദൗത്യം അന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സർവീസിൽ ഇരിക്കുമ്പോൾ പറയാൻ പറ്റില്ല, അന്ന് വലിയ ഇതായി ഋഷിരാജ് സിംഗിനെയും താങ്കളെയൊക്കെ അയക്കുന്നു. പിന്നീട് അത് ആദ്യഘട്ടത്തിൽ ശക്തമായി നടന്നെങ്കിലും പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്തു പോയല്ലോ. ഞാൻ അത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്ത് പോയത് എന്നുള്ളത് വിശദമായിട്ട് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് 2 ആഴ്ചക്കകത്ത് അത് റിലീസ് ചെയ്യും. ഇനി അത് എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് പറയാം. അത് പരാജയപ്പെടുത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷവും CPI-യും കൂടെ ചേർന്ന് ഉള്ള ഒരു കൂട്ടുകെട്ടിലാണ്. അവരാണ് അന്ന് ആ ദൗത്യത്തിന് ഏറ്റവും അധികം സഹായിച്ചത് UDF ആണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും പൂർണ്ണമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തു. VS-നെ ഏറ്റവും അധികം തളർത്തിയത് ആ പാർട്ടിയുടെ അകത്ത് ഉള്ള ഔദ്യോഗിക പക്ഷം തന്നെയായിരുന്നു. CPI-യുടെ അഴിമതിയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അത് സംയുക്തമായിട്ട് അവർ ചെയ്യായിരുന്നു. അതായത് VS വലിയ സ്വപ്നത്തോടു കൂടി തുടങ്ങി, അത് പ്രതിപക്ഷത്തിൽ നിന്ന് പിന്തുണ ഉണ്ടായിട്ട് പോലും ഭരണപക്ഷം അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതെ, തീർച്ചയായിട്ടും അതുപോലെ പ്രതിപക്ഷം അതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞാൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഇടുക്കി ജില്ല VS പക്ഷമായിരുന്നു. എന്നാൽ 5-ാം ദിവസം MM മണി VS പക്ഷം മാറി ഔദ്യോഗിക പക്ഷത്തിലേക്ക് ചേരുകയും ഇതിനെ അന്ന് മുതൽ ശക്തമായി എതിർക്കുകയും ചെയ്തു. ആ സമയത്ത് അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ MM മണിയുടെ ബ്രദർ ലംബോദരൻ 75 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചു. അത് പട്ടയം റദ്ദാക്കി ഏറ്റെടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്കെല്ലാം അത്തരം സ്റ്റേക്സ് അവിടെ ഉണ്ട്. എന്തായാലും VS-ന്റെ വിശ്വസ്തനെ പ്രചരണത്തിന് എത്തിക്കുന്നതോടുകൂടി ഈ VS-ന് ഒപ്പം ഉള്ള ആളുകളെ പരമാവധി എത്തിച്ച് വോട്ട് തേടുക കൂടിയാണ് A. സുരേഷ് ചെയ്യുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.